ഹലോ, എല്ലാവരും എന്തെടുക്കുവാണോ? എല്ലാവരും ചോറൊക്കെ ഉണ്ടോ? എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ? ഇന്നലെ നിങ്ങൾ ലൈവിൽ വന്നു, പക്ഷെ പെട്ടെന്നായിരുന്നു വന്നത്. പെട്ടെന്ന് വന്നു, പെട്ടെന്ന് ദേ പോയെന്ന് പറഞ്ഞാലായിരുന്നു. അമ്പലത്തിൽ പോകണമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിന്നപ്പോഴാണ് എന്നാൽ കുറച്ച് സമയമുണ്ടല്ലോ പോകാമെന്ന് വിചാരിച്ചു. ഇന്നലെ കുറേ ആൾക്കാർ വന്നു, വൈക്കത്തഷ്ടമിയിൽ പോയ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് വരെ ഞാൻ പോയിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പോകാനായിട്ട്. അടുത്ത വർഷം പോകാൻ പറ്റുമെങ്കിൽ പോകണം. ഞങ്ങളുടെ ഇവിടെ ഇന്നലെ ആറാട്ടായിരുന്നു. ഇവിടുത്തെ നമ്മുടെ റാപ്പുഴ അമ്പലത്തിൽ ഞങ്ങൾ അതിൻ്റെ കൂടെ അമ്പലത്തിൽ വരെ പോയി എല്ലാം നല്ല രീതിയിൽ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഒത്തിരി ഇരുട്ടി. അമ്പലത്തിൽ നിന്ന് ചോറൊക്കെ ഉണ്ടിട്ട് ഞായറാട്ട് സദ്യയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ കുഴപ്പമില്ല. കുഞ്ഞു അവനാണെങ്കിലും പേടിയൊന്നുമില്ലായിരുന്നു. പടക്കം പൊട്ടിയപ്പോഴൊന്നും പേടിയൊന്നുമില്ലായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ? എല്ലാവരും ചോറും കറിയൊക്കെ കഴിച്ചോ? വേറെ എന്തൊക്കെയാണ്? പിന്നെ ഞങ്ങൾക്ക് ഇന്നും ഞങ്ങളുടെ ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി ഇന്നലെ ബാങ്കിലൊക്കെ പോയി. ഇന്നിപ്പം ഞങ്ങളെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം. പിന്നെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടില്ല ലൈക്ക് അടിക്കണം, കമൻ്റ് അടിക്കണം, ഷെയർ ചെയ്യണം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊക്കെ ഇനി തൊട്ട് ചോദിക്കുവാണെങ്കിൽ എല്ലാവരും അതൊക്കെ ചെയ്തു തരണം. ഞങ്ങൾക്ക് അതൊക്കെ ചെയ്താലേ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് കയറാൻ പറ്റുള്ളൂ. എല്ലാവരും ആ ഒരു കാര്യം ഞങ്ങൾക്ക് ശ്രദ്ധയോടെ ചെയ്തു തരണേ. നമുക്ക് ചോറൊക്കെ എടുത്തേക്കാം. നിങ്ങളൊക്കെ ചോറുണ്ടോ? എന്തൊക്കെയാണ് കറികൾ ഒക്കെ പറയണം. പിന്നെ ഇന്നലെ ആരെന്നെ കലത്തിൻ്റെ കാര്യം ചോദിക്കുന്ന, കലത്തിൻ്റെ ആണോ പാത്രത്തിൻ്റെ ആണോ അതിനൊക്കെ ചോദിക്കുന്ന കേട്ടു. കലമാണെങ്കിൽ അലുമിനിയം കലമാണ്. ഇത്തിരി കലം തന്നെ, ഞങ്ങൾക്ക് ചെറിയ കലം മതി. ഇത്തിരി കലം തന്നെ ഞങ്ങൾക്ക് 3 കലമുണ്ട്. മാറി വെക്കുന്നത് ഒരു കലത്തിൽ തന്നെയല്ല വെക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കാര്യമല്ലേ ചോറ് വെക്കുന്നതിൻ്റെ. അതൊക്കെ പിന്നെ ചോദിക്കുന്നത് ചോദിച്ചോട്ടെ. പിന്നെ നമുക്കൊന്ന് മീൻകറി ഉണ്ട്. ഇന്നലത്തെ തന്നെ മീൻകറിയാണേ. ഇന്നലത്തെ മീൻകറി നല്ല സൂപ്പർ മീൻകറിയാണ്. അതെ, എല്ലാവരും ആ മീൻകറി വെച്ചിട്ട് കണ്ടിട്ട് തന്നെ പറയുന്നുണ്ട്. അതെ, അമ്മയുടെ മീൻകറി കൂട്ടാൻ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് പിന്നെ ഞാനൊരു 4-4 കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ വറുത്തിട്ടുണ്ട്. അത് 2 കഷ്ണം വെച്ചേക്കാം. മീൻ വറുത്തത്. പിന്നെ പയർ മെഴുക്കുവരട്ടി വെച്ചു. പയർ മെഴുക്കുവരട്ടി. ഇത് സത്യം പറഞ്ഞ് ഇന്ന് വെച്ചെന്ന് പറഞ്ഞാൽ പയർ മെഴുക്കുവരട്ടി മാത്രമേ സത്യത്തിൽ വെച്ചിട്ടുള്ളൂ. മീനും വറുത്തിട്ടുള്ളൂ. ഇത് മോരുകറിയുണ്ട്. ഇത് ഞങ്ങളുടെ മോരുകറി അല്ല, ഇന്നലെ വെച്ച മോരുകറി. ഇന്നിപ്പോൾ ഞങ്ങളെല്ലാം ആറാട്ട് സദ്യ ഉണ്ട കാരണം ഉണ്ടല്ലോ, മീതി കറി നീര് വന്നു. തോരനൊക്കെ ഞങ്ങൾക്ക് ഇന്നലെ വെച്ച തോരൻ്റെ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുമായിരുന്നു. അത് ഞാൻ ചൂടാക്കി. കറിയുണ്ട് ഇഷ്ടം പോലെ. കറിക്കൊന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കറിയെല്ലാം ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ കറി ഉണ്ടോ, ചുറ്റിന് കറി ഉണ്ട്. ഇന്ന് സത്യത്തിൽ ഇന്ന് കറി വെച്ചത് ഈ പയറും മെഴുക്കുവരട്ടി ഈ മീൻ കഷ്ണം വറുത്തതേ ഉള്ളൂ. ബാക്കി നമ്മുടെ ഇവിടെ ഇരുന്ന കറികളൊക്കെ തന്നെ ചൂടാക്കിയതാണ്. ഇന്ന് നമുക്ക് കറിയുണ്ടെന്ന് പറഞ്ഞാൽ മോര് കറിയുണ്ട്, പയറും മെഴുക്കുവരട്ടി, മീൻകറി, മീൻ വറുത്തത്, തോരന്, ഇതെല്ലാം കറിയുണ്ട്. ഇതെല്ലാം കൂട്ടി കഴിക്കുക. എല്ലാവരും ഓടി വായോ ചോർന്നാം.